ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കണമെന്ന് സർക്കാർ പ്രതിനിധി ഭരണസമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടതോടെ ബി നിലവറയിലെ നിധിയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉയരുകയാണ്. സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന നിലവറയെന്നും നിലവറ തുറക്കുന്നവർ മരിക്കുമെന്നും വിവിധ കഥകളുണ്ട്. ബി നിലവറയുടെ താക്കോൽ നഷ്ടപ്പെട്ടതിനാലാണ് തുറക്കാതിരിക്കുന്നത് എന്ന മറ്റൊരു പക്ഷവുമുണ്ട്. അതല്ല, മന്ത്രാക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള അക്ഷരപ്പൂട്ടിട്ടാണ് നിലവറ ഭദ്രമാക്കിയിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ബി നിലവറ 1990-ലും 2002-ലുമായി 7 തവണ തുറന്നിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക ഓഡിറ്റർ വിനോദ് റായ് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയുടെ ആദ്യ അറ മാത്രമേ തുറന്നിട്ടുള്ളൂവെന്ന് തിരുവിതാംകൂർ രാജകുടുംബം പറയുന്നുണ്ട്. നിലവറ തുറക്കുന്ന കാര്യത്തിൽ ഭരണസമിതിക്ക് തീരുമാനമെടുക്കാമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. തന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി ആലോചിച്ച് മാത്രമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂവെന്ന് ഭരണസമിതിയും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ബി നിലവറ തുറക്കാനുള്ള സാധ്യതയില്ല. ബി നിലവറ തുറക്കാൻ ശ്രമിച്ചാൽ ഭക്തരുടെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പുണ്ടാകും. ഇപ്പോൾ തന്നെ വിവിധ ഭക്തജന സംഘടനകൾ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശിച്ച തരത്തിലുള്ള 5-അംഗ ഭരണസമിതിക്കാണ് ക്ഷേത്രത്തിന്റെ ഭരണം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭരതക്കോണിൽ വടക്കോട്ടും കിഴക്കോട്ടും തുറക്കുന്ന രീതിയിലാണ് അമൂല്യ നിധിശേഖരമുണ്ട് എന്ന് കരുതപ്പെടുന്ന എ, ബി നിലവറകൾ ഉള്ളത്. ശ്രീ പത്മനാഭസ്വാമിയുടെ ശിരസിന്റെ ഭാഗത്തായാണ് ഈ കോണുകൾ. ക്ഷേത്രത്തിൽ നിധിശേഖരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഈ 2 നിലവറകൾ ഉൾപ്പെടെ ആകെ 6 നിലവറകളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉള്ളത്. ഇവിടത്തെ നിധിശേഖരത്തിന് ഏകദേശം 1 ലക്ഷം കോടി രൂപയോളം വില മതിക്കുമെന്നാണ് കരുതുന്നത്. 4 നിലവറകളിലായി സൂക്ഷിച്ചിരിക്കുന്ന ഈ നിധിയിൽ സ്വർണം, രത്നങ്ങൾ, സ്വർണ്ണ പ്രതിമകൾ, സ്വർണ്ണാഭരണങ്ങൾ തുടങ്ങി പലതരം വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്. ഇതിൽ ബി നിലവറയിലെ നിധിക്ക് ഏറ്റവും കൂടുതൽ മൂല്യമുണ്ട് എന്ന് കരുതുന്നു. നാഗമാണിക്യം അടക്കം ഈ അറയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. കൂറ്റൻ കരിങ്കൽ വാതിലുകൾ കൊണ്ട് പ്രവേശനം തടഞ്ഞിരിക്കുന്നതാണ് ബി നിലവറ. ക്ഷേത്രത്തിന്റെ ഭരതക്കോണിലാണ് ഇത്. അഗസ്ത്യാമുനിയുടെ സമാധി സങ്കല്പം ഉള്ളയിടം കൂടിയാണ് ഇവിടം. 2 തട്ടുകളായുള്ള ബി നിലവറ അടച്ചിരിക്കുന്നത് കരിങ്കൽ വാതിലുകൾ ഉപയോഗിച്ചാണ്. ഇത് തുറക്കാൻ നിലവിൽ സംവിധാനമില്ല. നിലവറ തുറക്കണമെങ്കിൽ വാതിലുകൾ തകർക്കണം. ഇത് ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്തുമെന്ന വാദവും ഉയരുന്നുണ്ട്. വാതിലിന് മുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന നാഗത്തിന്റെ ചിത്രം പലവിധ കഥകൾക്കും ഇടയാക്കിയിരുന്നു. ചില വിശ്വാസങ്ങളുടെ പേരിലാണ് ഈ അറ മുഖ്യമായും തുറക്കാതിരിക്കുന്നത് എങ്കിലും രാജകുടുംബത്തിനും ഈ നീക്കത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല. 16 അടി നീളത്തിലുള്ള ശ്രീ പത്മനാഭ വിഗ്രഹത്തിന്റെ അടിയിലായിട്ടാണ് ഈ നിലവറ സ്ഥിതി ചെയ്യുന്നത്. കടുശർക്കര യോഗ കൂട്ടുകൊണ്ടാണ് വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. ബി നിലവറയുടെ 2ാമത്തെ അറ ശ്രീകോവിലിന്റെ അടിഭാഗം വരെ എത്തുമെന്നാണ് വിശ്വാസം. ചരിവ് പ്രതലത്തിലൂടെ ആയാസപ്പെട്ട് മാത്രമേ ഇവിടേക്ക് കടക്കാൻ കഴിയൂ. കൂടാതെ കൂറ്റൻ കരിങ്കൽ പാളികൾ ഉപയോഗിച്ച് 2ാമത്തെ അറയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. 2011 ജൂണിൽ ബി നിലവറ ഒഴികെയുള്ളവ സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് തുറന്നു. അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങളുടെ കണക്കെടുക്കാനായിരുന്നു അന്നത്തെ നടപടി. അന്നത്തെ പരിശോധനയിൽ നിലവറകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വില വരുന്ന നിധിശേഖരം കണ്ടെത്തുകയും ചെയ്തിരുന്നു. നിത്യപൂജയ്ക്കുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഈ എഫ് നിലവറകൾ എന്നും തുറക്കുന്നവയാണ്. ഒറ്റയ്ക്കൽ മണ്ഡപത്തിന്റെ 2 വശങ്ങളിലായാണ് ഈ എഫ് നിലവറകൾ സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിലേറെയായി തുറന്നിട്ടില്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന അറയാണ് ബി. ബി നിലവറ തുറക്കുന്നത് ആചാരലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ഉയർന്നതിനാൽ മറ്റ് നിലവറകൾ പരിശോധിച്ചപ്പോൾ നടപടികൾ മാറ്റിവെക്കുകയായിരുന്നു. 2011-ൽ എ നിലവറ തുറക്കുമ്പോൾ പഴങ്കഥകളെ വെല്ലുന്ന നിധിശേഖരമാണ് പരിശോധനാ സംഘത്തിന്റെ മുന്നിൽ തെളിഞ്ഞത്. ആദ്യം എ നിലവറയുടെ പ്രവേശന കവാടം തുറന്ന് പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ കാര്യമായി എന്തെങ്കിലും ഉണ്ടാകും എന്നതിന്റെ സൂചനയൊന്നും ഇല്ലായിരുന്നു. പരിശോധനാ സംഘം ഇറങ്ങിയപ്പോൾ ആദ്യം പൊടിപിടിച്ച കറുത്ത നിലം മാത്രമാണ് കണ്ടത്. വായുസഞ്ചാരമില്ലാത്തതുകൊണ്ട് അഗ്നിരക്ഷാസേന അറയിലേക്ക് ഓക്സിജൻ പമ്പ് ചെയ്തു കൊടുത്തു. പ്രവേശന കവാടം തുറന്നു ചെല്ലുന്നത് വിശാലമായ ഒരു മുറിയിലേക്കാണ്. അവിടെ നിലത്ത് വലിയ കരിങ്കല്ലുകളാണ് പാകിയിരുന്നത്. കനത്ത കല്ലുപാളികൾ നീക്കിയപ്പോൾ താഴേക്ക് കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം ഇറങ്ങിപ്പോകാൻ കഴിയുന്ന പടികളുണ്ട്. ഇത് ഇറങ്ങിച്ചെല്ലുന്നത് ഒരാൾക്ക് കുനിഞ്ഞു മാത്രം നിൽക്കാൻ കഴിയുന്ന 3.67 മീറ്റർ നീളവും 2.27 മീറ്റർ വീതിയും 1.76 മീറ്റർ ഉയരവുമുള്ള അറയിലേക്കാണ്.
ഇവിടെ 150 സെന്റിമീറ്റർ നീളവും 212 സെന്റിമീറ്റർ ഉയരവുമുള്ള സേഫ് ഗോളി നിർമ്മിച്ച അറയിലാണ് നിധിശേഖരം ഉണ്ടായിരുന്നത്. അറ ഗ്രാനൈറ്റിൽ മോടി പിടിപ്പിച്ചതായിരുന്നു. ആയിരക്കണക്കിന് സ്വർണമാലകൾ, രത്നം പതിച്ച സ്വർണ കിരീടങ്ങൾ, സ്വർണ കയർ, സ്വർണ കട്ടികൾ, സ്വർണ വിഗ്രഹം, ഒരു ചാക്ക് നിറയെ നെൽമണിയുടെ വലുപ്പത്തിൽ സ്വർണ മണികൾ, സ്വർണ ദണ്ടുകൾ, ചാക്ക് നിറയെ രത്നങ്ങൾ തുടങ്ങി ഒരു വൻ നിധിശേഖരമാണ് കാണാനായത്. ഇതിൽ കൃത്യമായ സൂചനകൾ ഉള്ളത് 2000-ഓളം ശരപ്പൊളി സ്വർണമാലകൾ കണ്ടെടുത്തെന്നും ഇവയിൽ 3-4 എണ്ണത്തിന് 2.5 കിലോയോളം തൂക്കവും 18 അടി നീളവും ഉണ്ടായിരുന്നുവെന്നുമാണ്. മാത്രമല്ല, ഒരു ചാക്ക് നിറയെ ബെൽജിയം രത്നങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന രത്നങ്ങൾ കണ്ടെടുത്തുവെന്നും സൂചനയുണ്ടായിരുന്നു. ഇതോടെ ലക്ഷക്കണക്കിന് കോടി രൂപ മൂല്യം വരുന്ന സമ്പത്തിന്റെ ഉടമയാണ് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി എന്ന് ലോകം തിരിച്ചറിഞ്ഞു. ബി നിലവറയിൽ ഇതിലും 10 മടങ്ങ് നിധിശേഖരമുണ്ട് എന്നാണ് കരുതുന്നത്. 2011 ജൂൺ 30-നാണ് അവസാനമായി ബി നിലവറ തുറക്കാൻ ശ്രമിച്ചത്. പരിശോധക സംഘത്തിലുണ്ടായിരുന്ന ഒരാളുടെ കാൽ മുറിഞ്ഞ് നിലവറയിൽ രക്തം വീണതോടെ ആ ശ്രമം ഉപേക്ഷിച്ചു. ഈ എഫ് നിലവറകൾ ക്ഷേത്രാവശ്യത്തിനായി ഇപ്പോഴും തുറക്കുന്നുണ്ട്. സി ഡി നിലവറകളിൽ ഉത്സവാവശ്യത്തിനുള്ള ആഭരണങ്ങളാണ് സൂക്ഷിക്കുന്നത്. ബി നിലവറയെക്കുറിച്ച് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് മുൻപ് പറഞ്ഞത് ഇങ്ങനെയാണ്: അറ തുറന്നിട്ടില്ല എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ അറയ്ക്കപ്പുറം ഒരു വാതിലുണ്ട്. അത് കിഴക്കോട്ട് തുറക്കേണ്ട വിധത്തിലുള്ളതാണ്. ആ വാതിൽ തുറന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. ആ കതകിനപ്പുറം എന്താണ് എന്ന് രാജകുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആർക്കും തന്നെ അറിയില്ല. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ ആവാഹന ശക്തിയുടെ പ്രവാഹമുണ്ടാകും. അതൊരു ക്ഷേത്ര രഹസ്യമാണ്. ഒരുപക്ഷെ ബി നിലവറയുടെ രഹസ്യവും അതായിരിക്കാം. നാം അറിയാത്ത പല രഹസ്യങ്ങളും പ്രപഞ്ചത്തിലുണ്ട്.